നീതി നിമിത്തം ഉപദ്രവിക്കപ്പെട്ടവർ. ബ്ലെസ്ഡ് ആർ ദ പെർസിക്യൂട്ടഡ് ഇൻ ക്രൈസ്റ്റ് ജീസസ് ആൻഡ് ദ റിവാർഡ് ഈസ് കിങ്ഡം ഓഫ് ഹെവൻ. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. അങ്ങനെയുള്ളവരുടെ പ്രതിഫലം. ഈ സെർമൺ ഓൺ ദ മൗണ്ട് വായിക്കുമ്പോൾ 5-ാം അധ്യായത്തിൻ്റെ 1 തൊട്ട് 12 വരെയുള്ള വാക്യങ്ങൾ തന്നെത്താനെ വായിക്കണം. എല്ലായിടത്തും പറയാനൊക്കത്തില്ല. പക്ഷേ തീർത്തും ഇത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ തന്നെയാണ് വരുന്നത്. നിങ്ങൾ വായിക്കുമ്പോൾ ഇതിനകത്ത് ദൈവീക മർമ്മങ്ങൾ ദൈവം തന്നെ പറഞ്ഞു തരും. അപ്പോഴാണ് നമ്മുടെ ഹൃദയത്തിൽ ഈ വചനം കേട്ടാലും ചിലപ്പോൾ 2-ാം പ്രാവശ്യം വായിക്കുമ്പോഴായിരിക്കും ആ വിത്ത് കിളുക്കാൻ തുടങ്ങുന്നത്. അത് പല പ്രാവശ്യം വായിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെ ദൈവം ആഗ്രഹിക്കുന്നു. അതായത് കർത്താവ് പറയുന്നത്, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ഞാൻ പല പ്രാവശ്യം പറയാറുണ്ടല്ലോ സ്വർഗരാജ്യം. ഈ സ്വർഗരാജ്യം എന്ന് പറയുന്നത് കിങ്ഡം ഓഫ് ഹെവനാണ്. ദൈവരാജ്യം കിങ്ഡം ഓഫ് ഗോഡാണ്. അപ്പോൾ സ്വർഗരാജ്യം ഞാനുണ്ട് എങ്കിൽ എൻ്റെ ചുറ്റുപാടും സ്വർഗരാജ്യം. അപ്പോൾ ഞാൻ എക്സാമ്പിൾ ഞാൻ എടുക്കുകയാണെങ്കിൽ, നമുക്ക് തമിഴ്നാട്ടിൽ കുറച്ച് സ്ഥലമുണ്ട്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തമിഴ്നാട്ടിൽ പോകും. ഭാഷ അറിയത്തില്ല, നമുക്ക് വലിയ പരിചയമൊന്നുമില്ല ആളുകളെ. പക്ഷേ ഒരു കാലത്ത് ഡോക്ടറിനത് പിന്നെ ബൊഫെല്ലെ വളർത്തണം എന്നും പറഞ്ഞ് വാങ്ങിക്കട്ടെ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് തന്നെയാണ് വാങ്ങിച്ചത്. ഓരോരുത്തരുടെ ആഗ്രഹങ്ങളല്ലേ, ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പോകുന്ന ഒരു വലിയ സന്തോഷമാണ്. മലയുടെ ഒരു ചരിവാണ്. അവിടെ ചെന്ന് നല്ല കാറ്റാണ്. അവിടെ ചെന്ന് കുറേ നേരം നിന്ന് ദൈവത്തെ സ്തുതിച്ചേച്ച് തിരിച്ചിങ്ങി പോരും. ദൈവത്തിന് എന്തോ പ്ലാൻ കാണണം, എന്തിനാണ് വാങ്ങിച്ചെന്ന് ഇപ്പോഴേ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ആ സ്ഥലത്ത് പോകുമ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പോകുന്നതിന് മുൻപേ ഞാൻ വെച്ച് പ്രാർത്ഥിക്കും. കാരണം അന്യാരാധനകൾ നടക്കുന്ന സ്ഥലമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് മുൻപേ പോയി. അപ്പോൾ അവിടെ ഒരു വളവുണ്ട്. ഇങ്ങനെ ആ ഒരു വളവ് പോകുന്നവർക്കറിയാം. ആര്യങ്കാവെല്ലാം കഴിഞ്ഞ് കേരള ബോർഡർ കഴിഞ്ഞിട്ട് പുളിയറ ആദ്യത്തെ ഭഗവതീപുരം എന്ന് പറഞ്ഞ സ്ഥലമാണ് ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ. അത് നമ്മുടെ സ്ഥലത്തിൻ്റെ നടുക്കൂടാണ് പോകുന്നത്. അപ്പോൾ ആ സ്ഥലത്തേക്ക് പോകുമ്പോഴതിന് മുമ്പ് ആ വളവിൽ യേശു വന്ന് നിൽക്കുന്നത് ഞാൻ എപ്പോഴും കാണും. ആത്മാവ് കാണുന്നവർക്ക് ഇതൊക്കെ കാണുമെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ചിന്തയായിട്ടും ചിലപ്പം ദർശനമായിട്ടും കാണും. അത് ഓരോരുത്തരുടെ വരങ്ങളാണ്. അല്ലെ എൻ്റെ കൂടെ പ്രാർത്ഥിക്കുന്നവർ കാണും. അങ്ങനെ പ്രാർത്ഥിച്ചിട്ടേ സ്ഥലത്ത് പോകത്തുള്ളൂ. കാരണം നമ്മുടെ സ്വയ കഴിവ് പോകത്തില്ല. ഈ ആത്മീക അധികാരം, അതായത് ആത്മീക ഗോളം, ടെറിറ്റോറിയൽ ജൂറിസ്ഡിക്ഷൻ വായുമണ്ഡലത്തിൽ എക്സസൈസ് ചെയ്യും. അതുകൊണ്ടാണ് ഈ മലയുടെ മുകളിൽ പ്രാർത്ഥിച്ചാൽ അതിന് ചുറ്റുപാടും ഈ സീനായ് മലയുടെ മുകളിൽ ദൈവം മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ദൈവം പറഞ്ഞു അതിൽ ആരും തൊട്ടുപോയേക്കലാണ്, അതിൻ്റെ പ്രസരിപ്പ് താഴെ വരെ വീഴും. അതുകൊണ്ട് അതിൻ്റെ ചുറ്റുപാടും വിശുദ്ധമായി മാറും. അപ്പോൾ പക്ഷേ ഇന്ന് മലയുടെ മുകളിലിരുന്ന യേശു ഇരുന്നപ്പോൾ യേശുവിൻ്റെ കൂടെ 12 ശിഷ്യന്മാരും ക്രൗഡ് കൂടെ അനേക ആളുകളും കയറി ചെല്ലും. അവിടെ ഇരുന്നിട്ടാണ് വചനം പറഞ്ഞത്. ടൈം ഹാസ് ചേഞ്ച്ഡ്. ആ ഒരു റിഗറസ് ആയിട്ടുള്ള വയലൻ്റ് ആയിട്ടുള്ള ആ ദൈവത്തിൻ്റെ പ്രവർത്തനമെല്ലാം മാറി ശാന്തമായിട്ട് കരുണയുടെ ഒരു അല്ലെങ്കിൽ കൃപയുടെ ഒരു യുഗമാണ് ഈ ഡിസ്പെൻസേഷൻ ഉണ്ടല്ലോ. ഈ ദൈവത്തിൻ്റെ ഓരോ സ്വഭാവങ്ങളും ഓരോ വെളിപ്പാടും ഓരോ ടൈമിലാണ് തരുന്നത്. അങ്ങനെ ആത്മാവിൽ നമ്മൾ ഈ ദൈവത്തിൻ്റെ നാമത്തിൽ ഉപദ്രവിക്കപ്പെടുന്നു എങ്കിൽ അതിനൊരു പർപ്പസ് ഉണ്ട്. ഫിലിപ്പിയർ 3:11 ഇങ്ങനെയാണ് വായിക്കുന്നത്, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, നീതി ദൈവത്തിൻ്റെ നീതി വേറെയാണ്, എൻ്റെ സ്വന്തം നീതിയല്ല, പിന്നെയോ ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ. ദൈവം വിശ്വസിക്കുന്നവർക്കൊരു നീതി കൊടുക്കും. ആ കർത്താവിൻ്റെ നീതി വ്യത്യാസം. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് ദൈവത്തിൻ്റെ നീതി. വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിനും അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കണം എന്ന് വെച്ചും ഞാൻ അവൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറെന്ന് എണ്ണുന്നു. കണ്ടോ, പൗലോസ് പറയുകയാണ്, അതായത് മരിച്ചവരുടെ നിന്ന് എനിക്കൊരു പുനരുദ്ധാനം പ്രാപിക്കണം. നമ്മളെല്ലാം ക്രിസ്തുവിൽ ഉയർത്തെഴുന്നേറ്റ ജീവിതം നയിക്കണമെന്ന് ആഗ്രഹിച്ചാൽ ഈ ലോകത്തിലുള്ള കഷ്ടങ്ങൾ അനുഭവിക്കുന്നത് പ്രയാസമായിട്ട് തോന്നത്തില്ല. അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിന്. ക്രിസ്തുവിനെ അറിയുന്നവർ കഷ്ടങ്ങളുണ്ട്. അത് ചെറുപ്പക്കാരോട് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. പക്ഷെ പ്രായം ചെല്ലുമ്പോൾ അത് ദെയർ ഈസ് ഡിഫിക്കൽറ്റി. ഹേർഡിൽസ് ഇല്ലാതെ ഒന്നും നേടത്തില്ല. നോ പെയിൻ നോ ഗെയിൻ.
അതായത് എന്തെങ്കിലും ക്രിസ്തുവിൽ നേടണമെങ്കിൽ ക്രിസ്തു സഹിച്ചതിൻ്റെ ഒരംശം നമ്മളും കൂടെ വഹിക്കണം. അതൊരു ഭാരമായിട്ട് തോന്നുന്നില്ല. എക്സാമ്പിൾ, ഭാര്യ ഭർത്താക്കന്മാർ ഒരു കാര്യത്തിന് ഭർത്താവ് ഒരു പ്രയത്നിക്കുമ്പം വീട്ടിൽ പണമില്ലാന്ന് വരും, പ്രയാസം ഞെരുക്കം, അതിൻ്റെ കൂടെ ആ ഭാര്യ നിൽക്കും. എന്താണ്? അവർക്കറിയാം ഇതൊരു പർപ്പസിന് വേണ്ടി ഒരു കാലയളവിൽ ഭർത്താവ് കഷ്ടപ്പെടുന്ന സമയത്ത് കൂടെ നിന്ന് പ്രവർത്തിച്ചിട്ട് ഇത് ഒന്ന്. അങ്ങനെയാണല്ലോ പണ്ട് ദൂരെ പോയി സ്ഥലം എടുക്കുന്നവർ, അവർ തെങ്ങ് നട്ടും അല്ലെ കമുക് നട്ടും ജാതി നട്ടും വരുമാനം ഉണ്ടാക്കുമ്പം വീട്ടിൽ ആ സ്ത്രീ ഭക്ഷണം ഉണ്ടാക്കി ജോലിക്കാർക്ക് കൊടുത്ത് ഒരുപോലെ കഷ്ടപ്പെട്ടിട്ടാണ് ഇന്ന് അവർ എസ്റ്റേറ്റ് ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ പഴയ തലമുറ കഷ്ടപ്പെട്ടു. അതുപോലെ തന്നെയാണ് ദൈവത്തിന് സ്വർഗരാജ്യം പണിയാൻ അപ്പച്ചൻ്റെ കൂടെ നിന്ന് കഷ്ടപ്പെടാനും ബന്ധപ്പെടാനും. ഇതൊന്നും സാരമില്ല, ഞാനിത് കടന്നു പോകും, അപ്പച്ചൻ്റെ മുഖത്തിൻ്റെ പുറകിൽ ഞാൻ പിടിച്ചു നിൽക്കും, എന്ത് ഭാരം വന്നാലും ഇത് കടന്നു പോകുമെന്ന് വിശ്വസിച്ചോ കാര്യം നേടി. അങ്ങനെയുള്ളവരില്ല, അങ്ങനെ പഠിപ്പിക്കുന്നവരില്ല. നമ്മളീ ചെറിയ കാര്യങ്ങളിൽ പോലും പേടിച്ച് ആരെ ഒരുവിധ പ്രായമുള്ള സ്ത്രീകളും പറയും എനിക്ക് പേടിയാണ്, രാത്രിയില്ല പുറത്തോട്ടിറങ്ങാൻ പേടി. ശരിയാണ്, പേടിയാണെങ്കിൽ അതിനുള്ള പ്രിക്കോഷൻ എടുക്കണം. ഞാൻ എത്രയോ പേര് എൻ്റെ കൂടെ പ്രാർത്ഥിക്കുന്നുള്ളൂ, തന്നെത്താനെ താമസിച്ചു. ഞാൻ പറയും ദൈവത്തിൻ്റെ തീമതിൽ കെട്ടിവെക്ക് ചുറ്റും, കർത്താവിൻ്റെ തീമതിലും കോട്ടയുണ്ടെന്ന് എന്തിനാണ് പേടിക്കുന്നത്? അത് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ അവർക്ക് പേടി വരും. എൻ്റെ അമ്മ അപ്പം മരിച്ചതിൻ്റെ എത്ര വർഷം തന്നെത്താനെ താമസിച്ചു, അമ്മയ്ക്ക് പേടിയില്ല. അമ്മയുടെ കൂടെ പുറത്തെ മുറിയിൽ ഡ്രൈവറോട് അമ്മ പറയും നീ ഇവിടെ കിടന്നിട്ട് ഒരു കാര്യമില്ല, പൊക്കോളം പറഞ്ഞു, നീ ഇവിടെ കിടന്ന് എനിക്ക് എൻ്റെ പ്രാർത്ഥനയ്ക്ക് തടസ്സമാണ്. അങ്ങനെ അമ്മ പറഞ്ഞത്. ആ ഒരു ഉറപ്പ് എവിടുന്ന് കിട്ടി? ആത്മാവുള്ളവർക്ക്. അത് നമുക്ക് തരാൻ ദൈവം ആഗ്രഹിക്കുക. അപ്പം കർത്താവിന് വേണ്ടി നമ്മൾ നിൽക്കുമ്പം ഈ കഷ്ടത അനുഭവിക്കുന്ന ഒന്നും ഒരു പ്രശ്നമല്ല. ദൈവത്തിന് കഷ്ടാനുഭവങ്ങളിൽ നമ്മൾ കൂട്ടായ്മയായിട്ട് നിൽക്കണം ദൈവം ആഗ്രഹിക്കുന്നു. അതാണ് എബ്രായ ലേഖനത്തിന് 12:10 പറയുന്നു. എബ്രായൻ്റെ 12:10 ഇങ്ങനെ വായിക്കുന്നത്, അവർ ശിക്ഷിച്ചത്, അപ്പന്മാർ മക്കളെ ശിക്ഷിക്കുന്നതാണ്, അവർ ശിക്ഷിച്ചത് കുറേ കാലവും തങ്ങൾക്ക് ബോധിച്ച പ്രകാരം അത്ര അവനോ നാം അവൻ്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നത്. ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല ദുഃഖകരമത്രേ എന്ന് തോന്നും, പിന്നത്തേതിനോ അതിനാൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാന ഫലം ലഭിക്കും. അതുകൊണ്ട് നീതി എന്ന സമാധാനം ലഭിക്കാൻ വേണ്ടി ദൈവം അല്പം ശിക്ഷണം തന്നാൽ അത് കഷ്ടമല്ല എന്ന് കണ്ടുകൊണ്ട് അത് ഓവർകം ചെയ്ത് ഈ കഷ്ടത്തിൽ കൂടെ ഞാൻ കടന്നു പോകുമ്പോഴേ അവിടെ ഒരു വിജയം ദൈവം നമുക്ക് തരും. ഏതൊരു പരീക്ഷ എഴുതണമെങ്കിൽ പഠിക്കാതെ പരീക്ഷ എഴുതുന്നത് കഷ്ടമില്ല. രാത്രിയും പകലും ഉറക്കളിച്ചിരുന്ന് പഠിച്ച് ഓർത്തിരുന്ന് പോരും. വചനം പറയണമെങ്കിൽ എത്ര മണിക്കൂറുകൾ വായിച്ചിട്ടാണ് പഠിച്ചിട്ടാണ് അത് ആ വചനം പറയിപ്പിക്കുന്നത്. കാരണം ഇത് കാതലായ സത്യങ്ങൾ എടുത്തു പൊക്കി വിളിച്ചു പറയുമ്പം അതിന് അതുപോലെ ടൈമും കോൺസെൻട്രേഷനും ദൈവ സാന്നിധ്യവും ഉണ്ടെങ്കിലും അത് ദൈവത്തിൻ്റെ വചനം എടുത്ത് വായിക്കുന്നതിൻ്റെ. ഞാൻ ലോ പഠിച്ച വ്യക്തിയാണ്. എന്നോട് ദൈവം തമ്പുരാൻ പറഞ്ഞു, ഞാൻ ഇംഗ്ലണ്ടിലെ ലോ പഠിച്ച കേരള കൊച്ചിയിലെ യൂണിവേഴ്സിറ്റിയിലെ കേരള ഗവൺമെൻറ്റിൻ്റെ ലോ എടുത്ത് കഴിഞ്ഞിട്ട് ഇംഗ്ലണ്ടിൽ പോയി ബാരിസ്റ്ററേറ്റ് ലോ എടുത്ത വ്യക്തിയാണ് ഞാൻ. എന്നോട് അത് കഴിഞ്ഞപ്പം ദൈവാത്മാവ് പറഞ്ഞു, നീ ഇന്ന് മുതൽ ജീവനുള്ള നിയമം എടുത്ത് പഠിക്കുകയെന്ന്. അപ്പോൾ അന്ന് വരെ പഠിച്ചത് ജീവനുള്ളതല്ലായിരുന്നു. അതുകൊണ്ടാണ് ഇത്ര പ്രാഗൽഭ്യത്തോടെ എനിക്ക് പറയാനൊക്കുന്നത്. എന്നെ പഠിപ്പിക്കുന്നത് പൗലോസ് പറഞ്ഞ ദൈവം തമ്പുരാൻ തന്നെയാണ്. കർത്താവിനോട് കൂടെ ഇരുന്ന് വചനത്തിൻ്റെ ആഴത്തിലിരുന്ന് അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ വിളിച്ചു പറയുന്നത് കഴിഞ്ഞ് ഇന്നലെ ഒരു വ്യക്തി വിളിച്ചു പറഞ്ഞു, അവരുടെ മോള് വേറൊരാളുടെ കൂടെ പോകുന്നു, അവിശ്വാസിയുടെ പോകുന്നു, ഞാൻ വിശ്വാസിയാണ്, എനിക്കത് സഹിക്കാൻ വയ്യ. നമ്മളെന്ന് പറഞ്ഞ് വരച്ച് പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു സാരമില്ലാതെ നമുക്ക് ദൈവത്തിനെ ഏൽപ്പിക്കാമെന്ന്. ഇന്നലെ അമ്മ വിളിച്ചു പറയായിരുന്നു, മാഡത്തിൻ്റെ വചനം ദിനം പ്രതി കേട്ടത് അത് വെച്ച് ഞാൻ പ്രാർത്ഥിച്ച് മകൾ തിരിച്ചു വന്നു. തിരിച്ചു വരവ് നടക്കുന്ന കാലമാണ്, നടക്കുകയാണിത്. ഇത് അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് പറയുന്നത്. എനിക്കിപ്പോൾ എല്ലാവരെയും കണ്ട് എല്ലാവരുടെയും ബെഡ്റൂമിൽ വന്ന് എല്ലാവരുടെയും വീട്ടിൽ വന്ന് വചനം പറഞ്ഞു തരാനൊക്കത്തില്ല. ഇതിൽ കൂടി ഒരു സത്യം യേശു വന്ന് പറഞ്ഞാലും പറയാനൊന്നുമില്ല. വചനം തന്നെ അയച്ചു. യേശു വേദപുസ്തകം പറഞ്ഞതാണ് ഈ വേദപുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. അത് വള്ളിക്കും പുള്ളിക്കും വ്യത്യാസമില്ലാതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ചെവിയുള്ളവർ കേൾക്കട്ടെ എന്ന് ഞാൻ പറയുകയാണ്. പരിശുദ്ധാത്മാ പറയുന്നു. അതുപോലെ തന്നെയാണ് 2 തിമോത്തി 3:12 പറയുന്നു, ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്ക് എല്ലാ ഉപദ്രവം ഉണ്ടെന്ന്. ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിക്കാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവമുണ്ട്. അപ്പോൾ നമുക്ക് ഉപദ്രവമൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് പേടിച്ചോടുക, അവിടെ നിൽക്കണം, ഉറച്ചു നിൽക്കണം. സങ്കീർത്തനം 16:5 എൻ്റെ അവകാശത്തിൻ്റെയും പാനപാത്രത്തിൻ്റെയും പങ്ക് യഹോവ, അവൻ എൻ്റെ ഉപനിധി. അതാണ്
ഇപ്പം നമ്മൾ ഈ ലോകപ്രകാരമായിട്ട് നേടാനാണെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം, ഒരു ലക്കടിപ്പ് അല്ലെങ്കിൽ ഒരു ലോട്ടറി അടിച്ച് കിട്ടിയാൽ ചിലപ്പം കിട്ടിയെന്നിരിക്കും. അതുകൊണ്ടൊന്നും എത്ര ലോട്ടറി അടിച്ച് നിൽക്കുന്നവർ ദൈവത്തിൻ്റെ ആത്മാവില്ലെങ്കിൽ എന്തുകൊണ്ട് പ്രയോജനം? കള്ളും കുടിച്ച് മ്ലേച്ഛതയാൽ നശിക്കും. ചിലർ പ്രയോജനപ്പെടുത്തുന്നവരുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ അവിടെ അല്ല, അതൊന്നും അല്ല ഞാൻ പറയുന്നത്. നിലനിൽക്കുന്നതായ, തലമുറകൾക്ക് അനുഗ്രഹം വരുന്നതായ കർത്താവിൻ്റെ ശക്തമായ പ്രവർത്തനം തലമുറയിലേക്ക് പാസ് ചെയ്യാൻ പറ്റിയ വചനം ഈ ഗിരിപ്രഭാഷണത്തിനകത്ത് അപ്പച്ചൻ എഴുതി തന്നിരിക്കുന്നത് നമ്മുടെയും നമ്മുടെ മക്കളുടെയും തലമുറകളുടെയും കേൾക്കുന്നവരുടെയും ഹൃദയങ്ങളിൽ എച്ച് വെച്ച പോലെ, അതായത് കർത്താവിൻ്റെ വിരൽ കൊണ്ട് ഹൃദയത്തിൽ രക്തം കൊണ്ട് എഴുതാൻ തക്കവണ്ണം ദൈവം എഴുതി തരികയാണ്. കേൾക്കുന്നവർക്ക് പ്രയോജനമായി മാറട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. നാഥ, നിൻ്റെ നാമം നിമിത്തം കഷ്ടത അനുഭവിക്കുമ്പം നുഖത്തിൻ്റെ ഒരറ്റത്ത് പിടിക്കാനേ നീ പറയുന്നുള്ളൂ. ഭാരം മുഴുവനും നീ തന്നെയാണ് വഹിക്കുന്നത്. പക്ഷെ തന്നെ പറയുന്നു, മത്തായിയുടെ സുവിശേഷം 11:28-29 പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്കലേക്ക് വരുവിൻ, എൻ്റെ നുഖം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകുന്നു എന്ന് നീ പറയും. അപ്പം നിൻ്റെ ചുമട് എടുക്കാതെ എങ്ങനെ അപ്പച്ചൻ്റെ അടുക്ക വന്ന് നിന്നാൽ മതി. ക്രൂശ് വഴിച്ച യേശു ക്രിസ്തു പോകുമ്പം ശിമയോൻ എന്ന് പറഞ്ഞ ഒരാൾ കർത്താവെ കൊറിയനക്കാരന് വന്നിട്ട് ആ കുരിശിൻ്റെ ഒറ്റം വഹിച്ച് അവരോട് ആഫ്രിക്കയ്ക്ക് വിടുതൽ കൊടുത്തു. അങ്ങനെ നമ്മൾ ഓരോരുത്തരും ആ കുരിശിൻ്റെ ചുവട്ടിൽ വന്ന് നിൻ്റെ ആ നുഖത്തിൻ്റെ അങ്ങേയറ്റം ഒന്ന് പിടിക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി മുഴുവൻ ഭാരവും വഹിക്കുന്ന അവിടുന്ന് തന്നെയാണ്. ഏലിയാ പ്രവാചകൻ ഏലീശ പ്രവാചകൻ്റെ മേലെ പുതപ്പെറിയുമ്പോൾ നുഖം പിടിച്ച് നിൽക്കുകയാണ്. കലപ്പയ്ക്ക് കൈയും പിടിച്ചുകൊണ്ട് നിൽക്കുന്നവൻ അവനാണ് ആ 12ാമത്തെ കാളയാട്ടം. എൻ്റെ മേൽ വസ്ത്രം വീണപ്പോൾ ആത്മാവ് പകർന്നതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ വചനം എടുക്കുമ്പോൾ ഈ ബിയാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ സ്വർഗത്തിൻ്റെ കർത്താവെ നിൻ്റെ ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞിട്ടുള്ള ഈ അനുഗ്രഹിക്കപ്പെട്ട അനുഗ്രഹത്തിൻ്റെ കാതലായ സത്യങ്ങളുടെ വസ്ത്രം ഞങ്ങൾക്ക് ഇട്ടുതരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് വിട്ടുമാറി ജീവിപ്പാൻ ഞങ്ങളെയോ ഞങ്ങളുടെ തലമുറകളെ അനുവദിക്കരുത്. അത് സാരമില്ല, ഇത് സാരമില്ല എന്നുള്ള ചിന്ത വരാം. സാഹചര്യം പോലും കുഞ്ഞുങ്ങളുടെയും ഞങ്ങളുടെയും ജീവിതത്തിൽ നിന്ന് എടുത്തു കളയാൻ നിനക്കേ സാധിക്കത്തുള്ളൂ. ഒരു മനുഷ്യനും കുഴിയിൽ അറിഞ്ഞുകൊണ്ട് വീഴത്തില്ല കർത്താവെ, അറിയാതെയാണ് വീഴുന്നത്. അതുകൊണ്ട് ആ കുഴികൾ നീ തന്നെ അടച്ചു തന്ന് ആ പന്ന സാധന കുഴിക്കാത്തുള്ളതൊക്കെ എടുത്ത് കളഞ്ഞ് മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാൻ വയ്യാത്ത ദുഷ്ട സ്വഭാവങ്ങളൊക്കെ വലിച്ചെടുത്ത് ദൂരെ കളഞ്ഞ് കർത്താവ് അവിടെ പ്രഷ്യസ് മെറ്റൽ പകരമിട്ട് നല്ലവണ്ണം തറയുണ്ടാക്കി അതിന്മേൽ വീട് പണിതുകൊണ്ടിരിക്കുന്നതിന് നന്ദിയോടെ സ്തോത്രം. അങ്ങനെയുള്ള വീട് നിലനിൽക്കും. അതുകൊണ്ടാണ് ഇതെടുക്കുന്നത് കർത്താവെ. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഉത്തരം തന്നതിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ പൊന്നു നാമത്തിൽ അധികമായ അനുഗ്രഹങ്ങളിൽ അടുത്ത തലമുറ ക്രിസ്തുവിനോട് കൂടെ ചേർന്ന് നിന്ന് ഭവനം പണിയുന്നവരായി മാറട്ടെ. അങ്ങനെ കർത്താവെ നിൻ്റെ ആത്മാവ് ആവസിക്കുന്നതിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ പൊന്നു നാമത്തിൽ തന്നെ ആമേൻ.